ഒരു 7-8 മാസങ്ങൾക്ക് മുന്നേ കല്യാണത്തിൻ്റെ ഡേറ്റ് നിശ്ചയിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴത്തെ ഇരിക്കാൻ പറ്റാണ്ട് ഓടി നടന്ന ഷോപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കൊച്ചിയിലുള്ള ഉർവശീൻ്റെ ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. ഇതൊരു വേറെ തന്നെ വേൾഡാണ്. ഇവിടെ കയറിക്കഴിഞ്ഞ് വള മാല കമ്മലൊക്കെ ഒക്കെപ്പാടെ ഒരുമിച്ച് കണ്ടപ്പോൾ ഇതായിരുന്നു എൻ്റെ അവസ്ഥ. അമ്മ എനിക്കെല്ലാം മേടിച്ചതാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കി. കല്യാണത്തിനിടാൻ പറ്റിയ എനിക്കും അനിയത്തിക്കും അമ്മയ്ക്കും ഒക്കെ ഉള്ളത് ട്രൈ ചെയ്ത് കുറച്ച് സാധനങ്ങൾ മേടിച്ച് ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങി. കൊച്ചിയിലെ ഷോപ്പിങ്ങിലേക്ക് പോകുമ്പോൾ എൻ്റെ മെയിൻ ഇൻറ്റൻഷൻ ഈ ബ്രൈഡൽ റെൻ്റൽ ഔട്ട്ഫിറ്റ്സ് നോക്കാൻ പോകുക എന്നുള്ളതായിരുന്നു. നല്ല വർക്ക് വരുന്ന ഇങ്ങനത്തെ ലെഹങ്കാസ് ഗൗൺസൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിനോ തയ്പ്പിക്കുന്നതിനോ ഒക്കെ മുന്നേ തന്നെ റെൻ്റൽ ഷോപ്സ് ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അവിടുത്തെ റേറ്റ് റേഞ്ച് എങ്ങനെയാണ്, കളക്ഷൻസ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് എനിക്ക് പറ്റുന്ന പോലത്തെ ഒരു ഗൗണ് ഞാൻ റിസപ്ഷന് വേണ്ടി നോക്കിയത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തീരെ അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടായിരുന്നില്ല. ഒന്നാമത്തെ കാര്യം എൻ്റെ സൈസിന് അവിടെ കിട്ടുന്നുണ്ടായിരുന്നില്ല, ഒന്നെങ്കിൽ വലുതോ ചെറുതോ ഒക്കെ. പിന്നെ ഈ ഒരു ഗൗണിന് തന്നെ 10,000 അവർ റെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെയും 1-2 റെൻ്റൽ ഷോപ്പ് കയറി ഇറങ്ങിയെങ്കിലും നമുക്ക് ഉദ്ദേശിക്കുന്ന കളറും കിട്ടത്തില്ല. ഈ സൈസിൻ്റെ പ്രശ്നവും വരുന്നുണ്ട്. അതുമല്ല അത്യാവശ്യം നല്ല റേറ്റ് റേഞ്ചാണ് വരുന്നത്. ഒരു 8,000, 9,000, 10,000 ഒക്കെയാണ് അത്യാവശ്യം ക്വാളിറ്റിയും വർക്കുമുള്ള ലെഹങ്കാസിനും ഗൗൺസിനും അവർ പറയുന്നത്. കാഷ്വൽ വെയർ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ചുരിദാർ മെറ്റീരിയലും സാരിയും ഒക്കെ നോക്കാൻ നമ്മൾ ഇഹാ ഡിസൈൻസിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അന്നത്തെ ദിവസത്തെ ഷോപ്പിംഗ് ഒക്കെ എൻഡ് ചെയ്ത് നമ്മൾ നേരെ സുഭാഷ് ബോസ് പാർക്കിൽ പോയി. കല്യാണം നിശ്ചയിച്ച് ഓരോ ദിവസം കഴിയുന്തോറും ഞാൻ എത്ര ഗ്രേറ്റ്ഫുൾ ആണെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. കാര്യം എന്ത് വേണം എന്ന് ഞാൻ ആഗ്രഹം പറഞ്ഞാലും വേണ്ടാന്നോ പറ്റില്ലാന്നോ എൻ്റെ അമ്മ പറഞ്ഞ ചരിത്രമേ ഇല്ല. നമുക്ക് ചെയ്യാം, നമുക്ക് നോക്കാമെന്നേ പറയാറുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ഭാഗ്യവതിയല്ലേ.